رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് നൽകിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ ഈ ജീവിതത്തിൽ അവനെ മറന്നുകൊണ്ട്, അവനെ വിസ്മരിച്ചുകൊണ്ട്, അശ്രദ്ധയിലായി നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിന് നമുക്ക് തരുന്ന ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചാൻ, ഈമാനോടെ ലോകത്തോട് വിട പറയാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മിലും ലോകത്തുള്ള മുഴുവൻ മാനവരിലും അള്ളാഹു ശാന്തിയും സമാധാനവും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അവൻ എന്തിന് ഈ ദുനിയാവിൽ ജീവിക്കുന്നു എന്ന് അറിയാതെ ജീവിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിന് വലിയൊരു ലക്ഷ്യമുണ്ട്. അള്ളാഹുവിന് വലിയൊരു ഉദ്ദേശമുണ്ട്. അത് മനുഷ്യൻ തിരിച്ചറിയാതെ ജീവിക്കലാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ ദുരന്തം. ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു തആല മനുഷ്യരാകുന്ന നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്, എത്ര സുന്ദരമായിട്ടാണ്. നമ്മളുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുള്ള മനോഹരമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 39 ട്രില്യൺ കോശങ്ങളുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ അവന്റെ ശരീരത്തിൽ അല്ലാഹു തആല കരുതി വെച്ചിരിക്കുന്ന സെല്ലുകൾ 39 ട്രില്യനാണ്. എന്ന് പറഞ്ഞാൽ 39 മില്യനോ ബില്യനോ അല്ല. 1 ട്രില്യൺ ഈസ് ഈക്വൽ ടു 1 ലാഖ് ക്രോർ എന്നാണ്. 1 ലക്ഷം കോടിക്കാണ് 1 ട്രില്യൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 39 ട്രില്യൺ ആണ് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായത് ഇതുപോലെ നമ്മളുടെ കണ്ണ്, നമ്മളുടെ കാത്, നമ്മളുടെ നാവ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ നിലയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ടോ വിശാലമായ ഭൂമി, ആകാശം, നമ്മളുടെ കാണുന്ന കരയും കടലും, ഇതെല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചത് മനുഷ്യനാകുന്ന നമുക്ക് വേണ്ടിയാണ്, അല്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. ഏ മനുഷ്യ, നീ ഒന്ന് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ചിന്തിക്കേ. ഉയർന്നു നിൽക്കുന്ന ആകാശഗംഗയിലേക്ക് നീ നോക്കിയിട്ടൊന്ന് ചിന്തിക്കേ. ഈ ഭൂമിക്ക് ആണിക്കല്ലുകളായി അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന മലനിരകളിലേക്ക് നീ ഒന്ന് നോക്കിയിട്ട് ചിന്തിക്കേ. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നാം സൃഷ്ടിച്ചത്? നിനക്ക് വേണ്ടി. നിന്നെ ഞാൻ എന്തിനാണ് സൃഷ്ടിച്ചത്? അല്ലാഹു മനുഷ്യനോട് പറയുകയാണ്. ഇത്രയും ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഈ മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചത്, അല്ലെ? അത്ഭുതങ്ങളുടെ കലവറയാകുന്ന മനുഷ്യന്റെ ശരീരം. ഇന്ന് വരെ സയൻസ് കണ്ടുപിടിച്ച് തീർന്നിട്ടില്ലാത്ത മനുഷ്യന്റെ ശരീരത്തിൽ അത്ഭുതങ്ങൾ. ഇതെല്ലാമായിട്ട് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഖുർആൻ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതാണ് ലക്ഷ്യം. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ദുനിയാവിൽ അല്ലാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം. ഉമ്മ പ്രസവിക്കുന്നു, ഇഴഞ്ഞു നടക്കുന്നു, നടന്നു പോകുന്നു, ഓടിക്കളിക്കുന്നു, ശൈശവമാകുന്നു, ബാല്യം കഴിയുന്നു, കൗമാരം കഴിയുന്നു, യുവാവാകുന്നു, പിന്നെ വാർദ്ധക്യത്തിലേക്ക് മനുഷ്യൻ എത്തിത്തീരുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യനെ ഭൂമിയിൽ അല്ലാഹു തആല എന്തിനാണ് ജീവിതം കൊടുക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ആയത്താണ്.
മനുഷ്യന്റെ ലക്ഷ്യം ഒരിക്കലും അവൻ മറന്നു പോകാൻ പാടില്ല. അല്ലാഹു തആല ഇങ്ങനെയുള്ള എല്ലാ അത്ഭുതങ്ങളോടെയും സംവിധാനങ്ങളെയും സൃഷ്ടിച്ചിട്ട് അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അം ഹസിബതും അന്നമാ ഖലഖനാകും അബസ. ഞാൻ ഖുർആനാണ് പറയുന്നത് കേട്ടോ, ഖുർആനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതുന്നത്. അം ഹസിബതും, ഏ മനുഷ്യരെ നിങ്ങൾ വിചാരിച്ചു പോയോ, അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ ഞാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന്, തമാശയാണെന്ന്, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയാണെന്ന്, ഒരു ടൈം പാസിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നിങ്ങൾ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ എനിക്ക് ലക്ഷ്യമുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇത് മനുഷ്യൻ മറന്നു പോകാൻ പാടില്ല. ഇതാണ് ലക്ഷ്യം, അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക. വേറെ ഒരു ലക്ഷ്യവും ഇവിടെ ഇല്ല. ഈ ലക്ഷ്യം മനുഷ്യൻ മറന്നുപോയാൽ, ഇത് മനസ്സിലാകാത്തവൻ, പിന്നെ അവന് ദുനിയാവിൽ പല ഉദ്ദേശങ്ങളും ജീവിതത്തിലൂടെ കാണും. അല്ലെ, ചിലർക്ക് നമ്മളുടെ ഇടയിൽ തന്നെ നമുക്കൊക്കെ ചിലർക്ക് വലിയ സാമ്പത്തികം വേണം, വലിയ സൗധങ്ങൾ വേണം, വലിയ സമ്പന്നത ഉണ്ടാകണം, വലിയ കച്ചവട സംരംഭങ്ങൾ ഉണ്ടാകണം. അങ്ങനെ കുറെ സമ്പത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശസ്തി വേണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണല്ലോ. കഷ്ടപ്പെട്ട് കുറെ സമ്പത്തൊക്കെ ഉണ്ടാക്കും, വലിയ ബിസിനസ് ഒക്കെ നടത്തി വലിയ സമ്പന്നനായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ സമ്പന്നനാണെന്ന് അറിയണം, പ്രശസ്തി, അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെ പ്രശസ്തി കിട്ടിയാൽ പിന്നെ അധികാരം ലഭിക്കണം, ഒരു MP ആവുക, MLA ആവുക, അത് വലിയ അലങ്കാരമാണല്ലോ. ഇങ്ങനെയൊക്കെ ഓരോരോ സ്ഥാനമാനങ്ങളും ഒക്കെ. പക്ഷേ ഇവിടെയൊക്കെയും മനുഷ്യൻ ഇതിലൊക്കെ ആകുന്നത് അനിവാര്യമാണ്. പക്ഷെ ഇതൊന്നും മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യൽ മാത്രമാണ്. ദുനിയാവിൽ ഒരു മനുഷ്യൻ വെക്കുന്ന ലക്ഷ്യവും ഒരു മനുഷ്യന്റെ ആഗ്രഹം മറ്റൊരു മനുഷ്യന് നേടാൻ കഴിയണമെന്നില്ല. അല്ലേ? നമ്മളെ കേരളത്തിൽ അറിയപ്പെട്ട സമ്പന്നനായ MA യൂസുഫ് അലി, അദ്ദേഹം പറയാറുണ്ട്, എന്റെ വിജയഗാഥയുടെ ചില രഹസ്യങ്ങൾ ഉണ്ടെന്ന്. പക്ഷേ അതൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അദ്ദേഹം ആകാൻ കഴിയില്ല. ദുനിയാവിൽ എല്ലാവർക്കും യൂസുഫ് അലി ആകാൻ കഴിയില്ല, എല്ലാവർക്കും അംബാനിയും അദാനി ആകാൻ കഴിയില്ല, എല്ലാവർക്കും പ്രധാനമന്ത്രി ആവാൻ കഴിയില്ല. അങ്ങനെ ചില ആളുകൾ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് അവിടെ എത്താതെ വരുമ്പോൾ പിന്നെ അവരുടെ ജീവിതം വെറുതെയാണെന്ന് അവർ വിചാരിച്ചു പോകും. അവരുടെ മുന്നിൽ പിന്നെ ശൂന്യതയുണ്ടാകും. പിന്നെ എന്ത് വേണം, ഇനി ഇവിടെ ജീവിക്കേണ്ട, ആത്മഹത്യയിലേക്ക് പോകും. അങ്ങനെയുണ്ട്. പല ചെറുപ്പക്കാര്, യുവാക്കള് ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിട്ട് നൂറുകണക്കിന് PSC എഴുതും, അവസാനം കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്ത് ഇത്ര ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. SSLC-യിലും +2-വിനൊക്കെ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല എങ്കിൽ, അല്ലെ, നീറ്റ് എക്സാമിന് ഉദ്ദേശിച്ച മാർക്ക്, റാങ്ക് ലിസ്റ്റ് വരാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് എത്രയോ ചെറുപ്പക്കാര്, യുവതികളുണ്ട്. എന്തുകൊണ്ട്? അവരുടെ ലക്ഷ്യം അതായിരുന്നു. ആ ലക്ഷ്യം സാധ്യമായി വന്നപ്പോൾ അവർ വിചാരിച്ചു, ഇനി എനിക്ക് ജീവിതമില്ല എന്ന്. അങ്ങനെ വിചാരിച്ചു പോകും. ഇനിയോ ഈ വിചാരിച്ച ആഗ്രഹങ്ങളും ലക്ഷ്യം വെച്ചതായ സ്ഥാനങ്ങളും പ്രശസ്തിയും ഒക്കെ ലഭിച്ചാലോ, അതിന്റെ ഒരു പാരമ്പര്യയിൽ എത്തുമ്പോൾ, അതിന്റെ അവസാനം എത്തുമ്പോൾ പിന്നെ അവിടെയും ഒരു ശൂന്യതയായി അവന് തോന്നും, ഇനി ഒരു ജീവിതമില്ലെന്ന് തോന്നും. അല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ പ്രശസ്തനായിരുന്നു മൈക്കൽ ജാക്സൺ. എങ്ങനെ മരിച്ചതു? ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രശസ്തി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ സാമ്പത്തികം എന്തായിരുന്നു? ജനങ്ങളുടെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം എന്തായിരുന്നു? പക്ഷേ ഒരു ഉന്നതമായ അവസ്ഥയിലെത്തി, ലക്ഷ്യത്തിലെത്തിയെങ്കിലും പിന്നെ എന്തിനെനിക്ക് ജീവിതമെന്ന് വിചാരിച്ചു പോകുന്ന ഒരിടത്തേക്ക് അവർ എത്തിച്ചേരുന്നു. 5-6 മാസം മുമ്പ് എറണാകുളത്ത് വലിയൊരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. 2500ഓളം ആളുകൾക്ക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വിദഗ്ധനായ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം. ആത്മഹത്യ ചെയ്തപ്പോൾ കുറിപ്പിൽ എഴുതിയത്, ഇനി മുന്നോട്ട് എനിക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്നില്ല, എന്റെ കൈകൾ വിറയ്ക്കുന്നു, എന്റെ ശരീരത്തിന് ബലഹീനത വന്നു, അതുകൊണ്ട് എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോവുകയാണെന്ന്. ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ട്? അവരുടെയൊക്കെ ലക്ഷ്യം അവിടെ മാത്രം. എന്നാൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ ഡോക്ടറെ ആകട്ടെ, മൈക്കൽ ജാക്സൺ ആകട്ടെ, മുസ്ലിം ആകട്ടെ, അമുസ്ലിം ആകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ഇത്രയും വലിയ സംവിധാനങ്ങളോടെ അല്ലാഹ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് നല്ല ലക്ഷ്യമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല.
അല്ല വെറുതെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ല വെറുതെയല്ല മരണം വെച്ചിരിക്കുന്നത്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്, ആരാണ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നത്, ആരാണ് റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതെന്ന് അള്ളാഹ് പരിശോധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ന് ഓതിയില്ലേ സൂറത്തുൽ കഹഫ് അല്ലെ, ഒന്നാമത്തെ പേജിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അല്ലെ, ഒരാഴ്ച അല്ലാഹ് ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു തആലയെ നീ ഇങ്ങനെ എന്തൊക്കെയായി, കുറെ വിദ്യാഭ്യാസം നേടി, കുറെ ജോലി ചെയ്ത്, കുറെ സമ്പാദിച്ചു, കുറെ വീടൊക്കെ വെച്ചു, മക്കളെ അയച്ചു, ഇതൊക്കെയാണ് നിന്റെ ലക്ഷ്യങ്ങളാണ്, ഇതൊക്കെ കൊണ്ട് നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് നീ വിചാരിച്ചു പോകരുത്. ഇതൊന്നും നിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളല്ല, ഇതൊന്നും യഥാർത്ഥത്തിലുള്ള നിന്റെ ഗോളല്ല, മറിച്ച് ഇതൊക്കെ ജീവിതത്തിൽ അനിവാര്യമായ ചില നിമിത്തങ്ങൾ മാത്രമാണ്. അതൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ ഭക്ഷണം കിട്ടാത്ത മനുഷ്യർ മരിക്കുമ്പോൾ അല്ലാഹു തആല മനുഷ്യേതര ജീവജാലങ്ങൾക്ക് എത്ര എണ്ണത്തിന് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം ഒന്നൊരു വിഷയമല്ലല്ലോ. ഭൂമിയിലേക്ക് നിങ്ങളൊന്ന് നോക്കി, അല്ലാഹ് പറയാ, ഭൂമിയിലേക്ക് നോക്കി, നിങ്ങളുടെ ഭക്ഷണത്തിന് മാത്രമല്ലേ നിങ്ങൾക്ക് ടെൻഷൻ. 4 മക്കളായി പോയാൽ അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും, അവരുടെ ചെലവ് എങ്ങനെ നോക്കുമെന്ന് മനുഷ്യനല്ലേ ടെൻഷൻ ഉള്ളത്. എന്നാൽ ഓരോ നായ്ക്കളും പ്രസവിക്കുമ്പോൾ 10ഉം 15ഉം കുഞ്ഞുങ്ങൾ അതിനില്ലേ. അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ എത്ര വയറ് നിറച്ച് ഓടിച്ചാടി നടക്കുന്നത്. ആരാ അതിന് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് അതിന് റിസ്ക് കൊടുക്കുന്നത്? മനുഷ്യനാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ, വേറെ ഒരു ജീവജാലങ്ങൾക്കും ഇല്ല. നിന്റെ ലക്ഷ്യം, നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹു തആല ഭക്ഷണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വയറ് നിറച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ട് ഈ ദുനിയാവിൽ ജീവിച്ച് ഒരു മൃഗത്തെ പോലെ ജീവിച്ച് തീർക്കാനല്ല, മറിച്ച് അല്ലാഹുവിന് ലക്ഷ്യമുണ്ട്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ, ഈ ഭൂമിയിലുള്ളതിനെ എല്ലാം നാം അലങ്കാരമാക്കി മനുഷ്യന്റെ മുമ്പിൽ കാണിച്ച്, എന്തിനു വേണ്ടി? അയ്യുഹും അഹ്സനു അമല, ആരാണ് അല്ലാഹുവിന് നല്ലത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്കെല്ലാം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്റെ ലക്ഷ്യങ്ങളെല്ലാം ചിതറിപ്പോവുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനുഷ്യൻ അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തം മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വർത്തമാന കാലത്ത് മനുഷ്യരെല്ലാം ഡിപ്രഷനാണ്, മനുഷ്യനെല്ലാം മനസ്സ് അനിയന്ത്രിതമായി പോവുകയാണ്, ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇന്നലെ കണ്ടൊരു വീഡിയോ, കൊച്ചിയിൽ മെട്രോയുടെ മുകളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിമാണ്, അവന്റെ പേര്, താഴേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു. ആളുകളൊക്കെ അവനോട് തൊഴുന്നുണ്ട്, മരിക്കരുത്, നീ ചാടരുതെന്ന്. ഫയർഫോഴ്സും വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ പ്രിയമുള്ളവരെ നോക്കി. എന്തുകൊണ്ട്? മനുഷ്യൻ ദുനിയാവിൽ എന്തൊക്കെയോ ആകണം, അതാണ് ദുനിയാവിലെ അവന്റെ ലക്ഷ്യമെന്ന് കണ്ടിട്ട് അത് സാധ്യമാകാതെ വരുമ്പോൾ ഇതുകൊണ്ടല്ല ജീവിതം കഴിഞ്ഞു എന്നവൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ദുനിയാവിൽ ജീവിതമില്ല എന്നവൻ ചിന്തിച്ചിട്ട് അവൻ അതിലേക്ക് പോവുകയാണ്. അല്ലാഹ് ചോദിക്കുന്നു, ഇങ്ങനെ ദുനിയാവിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നീ ദുനിയാവിൽ ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഈ ദുനിയാവിന്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചതിന്റെയും നിനക്ക് റിസ്ക് തരുന്നതിന്റെയും എല്ലാത്തിന്റെ പിന്നിലും എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, എനിക്ക് റിസ്ക് തരാനോ മറ്റുള്ളവർക്ക് റിസ്ക് കൊടുക്കാനോ ഞാൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, എല്ലാത്തിനും റിസ്ക് കൊടുക്കുമെന്നവൻ അല്ലാഹുവാണ്. അതിന്റെ പേരിൽ ആർക്കും വിഷമം വേണ്ട. ദുനിയാവിൽ ആരെങ്കിലേക്ക് അല്ലാഹ് ഏതെങ്കിലൊക്കെ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നുണ്ട്, അതൊക്കെയും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ലക്ഷ്യം മറന്നു പോകരുത്. മനുഷ്യന്റെ ലക്ഷ്യം ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും മനുഷ്യന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ നല്ലൊരു അടിമയാവുക എന്നുള്ളതാണ്. നിനക്ക് സമ്പാദിക്കാം, നിനക്ക് നല്ല ജോലി ചെയ്യാം, നിനക്ക് നല്ല വിദ്യാഭ്യാസം നേടാം, പക്ഷേ ഇതൊക്കെ ദുനിയാവിലെ ചില നിമിത്തങ്ങൾ മാത്രമാണ്, ഇതൊക്കെ വഴി മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം അല്ലാഹ്, അത് മറക്കാൻ പാടില്ല.
ദുനിയാവിൽ ജോലി ചെയ്യുന്നത്, ദുനിയാവിൽ സമ്പാദിക്കുന്നത്, ദുനിയാവിൽ വീട് വെക്കുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടി? അല്ലാഹുവിലേക്ക് എത്താൻ വേണ്ടിയാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് പരലോകത്തിന്റെ കൃഷിയിടമാണ്. അല്ലാഹ് ദുനിയാവിൽ നിനക്ക് ആയുസ് തന്നിരിക്കുന്നത്, നിനക്ക് അല്ലാഹു തആല ജീവിതം തന്നത് അല്ലാഹുവിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതിൽ വെച്ച് നോക്കി, വേറെ ഒന്നിനും വേണ്ടിയല്ല. ഇന്ന് ജുംഅ വരെ സുബഹി കഴിഞ്ഞു, ഇന്ന് ജുംഅ വരെ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും ആയുസ് തന്നെങ്കിൽ അല്ലാഹുവിന്റെ ലക്ഷ്യം എന്താണ്? ജുംഅ നിസ്കരിക്കലാണ്. ഇത്രയേ ഉള്ളൂ. അസർ വരെ എനിക്കും നിങ്ങൾക്കും അല്ലാഹ് ആയുസ് തന്നെങ്കിൽ അല്ലാഹ് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അസർ നിസ്കരിക്കലാണ്. അസർ കഴിഞ്ഞിട്ട് മഗ്രിബും ഇശാ വരെ നിനക്ക് അല്ലാഹു തആല സൂര്യാസ്തമയം കാണാൻ, സൂര്യാസ്തമയത്തിന്റെ പടിഞ്ഞാറൻ ശോഭ കാണാൻ അല്ലാഹ് നിനക്ക് അവസരം തന്നെങ്കിൽ എന്റെ അർത്ഥം മഗ്രിബും ഇശാവും നിസ്കരിക്കാൻ വേണ്ടിയാണ്. ഇതിനിടെ നീ ഭക്ഷണം കഴിക്കാം, നീ ജോലി ചെയ്യാം, നീ സമ്പാദിക്കാം, നിന്റെ മക്കളെ കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ ഇവിടെ ജീവിക്കുവാനുള്ള വഴികൾ മാത്രമാണ് സഹോദര. ലക്ഷ്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. രാത്രി കിടന്നുറങ്ങി ഇശാ നിസ്കാരം കഴിഞ്ഞു. എത്രയോ ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല, ആ കിടന്ന കിടപ്പിൽ മരിക്കുന്നുണ്ട്. കാരണം ഉറക്കമെന്നുള്ളത് മരണത്തിന്റെ സഹോദരനാണ്. എന്നാൽ നാളെ പ്രഭാതത്തിൽ നിന്റെ ബെഡിൽ നിന്ന് നിനക്ക് എഴുന്നേക്കാനുള്ള തൗഫീഖ് നൽകുന്നുവെങ്കിൽ എന്തിനാണല്ല വീണ്ടും ഒരു പ്രഭാതം നിന്നെ കാണിക്കുന്നത്? വീണ്ടും ഒരു സൂര്യോദയം അല്ല നിന്നെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഇത് പറഞ്ഞുകൊണ്ടല്ലേ എഴുന്നേൽക്കുന്നത്? മരിപ്പിച്ചിട്ട് വീണ്ടും ജീവിതം തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. അതെ, ഞാൻ മരിക്കുകയായിരുന്നതല്ല രാത്രി വെട്ടിക്കിടക്കുമ്പോൾ, പക്ഷേ വീണ്ടും അല്ലാഹ് എനിക്ക് ജീവിതം തന്നതിന് വേണ്ടിയാണ്, സുബഹി നിസ്കരിക്കാൻ വേണ്ടിയാണ്. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാനല്ല, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകലല്ല. പ്രധാന ലക്ഷ്യം അല്ലാഹ് നിനക്ക് സുബഹി വരെ സമയം തന്നത് സുബഹി നിസ്കരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സമയം അല്ലാഹ് തരുന്നത് ആ സമയത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ടേ? ചെയ്യണം. അതൊക്കെ എന്തിനാണ്? ജീവിതത്തിന്റെ വഴികൾ മാത്രമാണ്, ജീവിതത്തിന്റെ സൗകര്യങ്ങൾ മാത്രമാണ്. അതിന്റെ പേരിൽ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അല്ലാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ ളുഹറിനെ ബാങ്ക് വിളിച്ചു, ളുഹറിന്റെ സമയമായി. അവന് ളുഹർ നിസ്കരിക്കുവാനുള്ള സമയം കിട്ടി 4-5 മിനിറ്റ്. പക്ഷേ ആ 5 മിനിറ്റ് കൊണ്ട് അവൻ ളുഹർ നിസ്കരിച്ചിട്ടില്ല. ആ അവസ്ഥയിൽ അസ്റായീൽ അവന്റെ അടുക്കൽ വന്നു, അവന് മരണം സംഭവിച്ചു പോയി. എന്നാൽ പ്രിയമുള്ളവരെ, ഖബറിൽ അവനോട് ശിക്ഷയുണ്ടാകും, മഹ്ശറയിൽ അവനോട് ചോദ്യമുണ്ടാകും. നീ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ളുഹർ നീ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ട്? ളുഹറിന്റെ ബാങ്ക് കേൾക്കുന്നവരും അല്ലാഹ് നിനക്ക് ആയുസ് തന്നത് നിനക്ക് വേറെ ഒന്നിനും വേണ്ടിയായിരുന്നില്ല, ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയായിരുന്നു. എങ്കിൽ എത്ര വഖത്തിന്റെ സമാധാനം എന്റെ മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടി വരും. ഖബറിൽ ചെന്നിട്ട് നമ്മൾ ആ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എത്ര ളുഹറുകൾ കടന്നുപോയി, എത്ര സുബഹികൾ കടന്നുപോയി, എത്ര ദിവസം അല്ലാഹ് ആയുസ്സിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ നമ്മൾ ലക്ഷ്യം മറന്നുപോയല്ലോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. അതെല്ലാവർക്കും കഴിയും. ദുനിയാവിലെ പല ലക്ഷ്യങ്ങളും നേടാൻ പലർക്കും കഴിയില്ല. എല്ലാവർക്കും നേരത്തെ പറഞ്ഞ അധികാരിയാകാൻ കഴിയില്ല, എല്ലാവർക്കും സമ്പന്നരാകാൻ കഴിയില്ല, എല്ലാവർക്കും കളക്ടറാകാൻ കഴിയില്ല. പക്ഷേ അള്ളാഹുവിന്റെ നല്ലൊരു അടിമയാവുക അത് എല്ലാവർക്കും സാധ്യമാണ്. പണ്ഡിതനും പറ്റും, പാമരനും പറ്റും, സമ്പന്നനും പറ്റും, പാവപ്പെട്ടവനും പറ്റും, ദുഃഖിക്കുന്നവനും പറ്റും, സന്തോഷിക്കുന്നവനും പറ്റും. അള്ളാഹുവിന്റെ അടിമയാവുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ആ അവസ്ഥയിൽ നീ എത്ര കാലം ജീവിച്ചാലും ശരി, അവസാനം ആ ലക്ഷ്യത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ അസ്റായീൽ അടുത്ത് വരുമ്പോൾ നിന്റെ ലക്ഷ്യം നീ മറക്കാതെ, നിനക്ക് നിരാശയില്ലാതെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഫല്യങ്ങളും നിറഞ്ഞവനായിട്ട് പോകാൻ കഴിയും. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ഇതാരോടാണ്? ദുനിയാവിൽ എന്തൊക്കെ ആകാൻ വേണ്ടി ശ്രമിച്ചു ഒന്നും ആകാതെ അവസാനം നിരാശയോടുകൂടി ആത്മഹത്യയിലേക്ക് വീഴുന്നവനോടാ പറയുന്ന വാക്കല്ല. ദുനിയാവിൽ എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ വഹിച്ചു, ഇതൊക്കെ പോയ നിരാശയിൽ ഇരിക്കുമ്പോൾ അസ്റായീൽ വന്നാൽ ആ പറയാൻ കഴിയുന്നതല്ല. ഏത് പ്രായത്തിലാകട്ടെ, വാർദ്ധക്യത്തിലാകട്ടെ, യുവത്വത്തിലാകട്ടെ, ബാല്യത്തിലാകട്ടെ, ഓരോ സമയവും അല്ലാഹ് തന്നുവെങ്കിൽ, ആയുസിന്റെ ഓരോ നിമിഷവും തന്നുവെങ്കിൽ ആ നിമിഷത്തിൽ അള്ളാഹുവിനെ മറക്കാൻ
മറക്കാതെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചവനെ, നിന്റെ അടുക്കലേക്ക് അസ്രായീൽ വരുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് സ്വാഗതം പറയും. ഓ ശാന്തിയുള്ള ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിന്റെ രക്ഷിതാവെങ്കിലേക്ക് തൃപ്തിയുള്ളവനായിട്ട് മടങ്ങുക, നിനക്ക് നിരാശയില്ല. ഫദ്ഖുലി ഫീ ഇബാദി, നീ എന്റെ യഥാർത്ഥ അടിമകളോടൊപ്പം കടന്നു വരിക. വദ്ഖുലി ജന്നതി, നീ എന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരിക. മലക്കുകൾ ആശീർവദിച്ച് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ലക്ഷ്യം മറക്കാത്തവർ, അല്ലാഹു തആല അങ്ങനെ അവസാനം വരെ ജീവിക്കാൻ, ലക്ഷ്യം മറക്കാതെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.